ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടി വരവായല്ലോ. നമ്മുടെ വിഷു തുടങ്ങുക കണിക്കൊന്നയിലാണല്ലോ, അവസാനിക്കുന്നത് കണിയൊരുക്കത്തിലും. എന്നാൽ പിന്നെ കണിയൊരുക്കത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാട്ടിത്തരാം കേട്ടോ. വിഷുക്കിറ്റിലെ ഓരോരുത്തരെയും ഭദ്രമായി പറക്കി വെക്കുന്നുണ്ടേ. ഇവരിൽ പഴങ്ങളും പച്ചക്കറികളും എല്ലാവരും ഉൾപ്പെടും. ഇവന്മാരെ ഒരുമിപ്പിക്കാനായി ഒരു ഉരുളിയെടുത്തു. വലിപ്പമുള്ളവരെ ഉരുളിയിൽ താഴെയും വലിപ്പക്കുറവുള്ളവരെ ഉരുളിക്ക് മുകളിലുമായി പ്രതിഷ്ഠിച്ചു. ആളുകൾ കുറവെന്ന് തോന്നിയപ്പോൾ വീട്ടിലെ പച്ചക്കറികളും അവരുടേതായ സ്ഥാനം പിടിച്ചു കേട്ടോ. എല്ലാവരെയും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നേ. വലിയ ഉരുളിയുടെ തൊട്ടടുത്തായി തന്നെ കണ്ണൻ്റെ കുഞ്ഞുരുളിയും വെച്ചു കൊടുത്തു. അതിൽ നിറയെ കണ്ണനേറെ പ്രിയപ്പെട്ട മഞ്ചാടിയും നിറച്ചു വെച്ചു. വിഷുവിൻ്റെ മാറ്റു കൂട്ടുവാൻ അത്രമേൽ പ്രധാനപ്പെട്ടതാണല്ലോ കണിക്കൊന്ന. കണിക്കൊന്നയും അവിടെ സ്ഥാനം പിടിച്ചു. ഈ വിഷുക്കാലത്ത് ഏറ്റവും കിട്ടാൻ പ്രയാസമുള്ളതും ഈ കണിക്കൊന്ന പൂവ് തന്നെ. ഇതിനിടയിൽ പലതവണ കണ്ണൻ്റെ സ്ഥാനം മുന്നിലും പിന്നിലും വലിയ ഉരുളിയിലും ചെറിയ ഉരുളിയിലുമൊക്കെ മാറുന്നുണ്ടായിരുന്നേ. അവസാനം ഒരു സ്ഥാനം കണ്ണനായി നിശ്ചയിച്ചു ഞങ്ങൾ. ഈ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കൊന്നപ്പൂവിൻ്റെയും ഇടയ്ക്ക് ഒരു കോടിമുണ്ടും സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നേ. മഞ്ചാടി നിറച്ചു വെച്ച കൊച്ചുരുളിയിലെ ഒരു ഭാഗം നെല്ല് കൈവശപ്പെടുത്തി കേട്ടോ. ഇപ്പോൾ മഞ്ചാടിക്കും നെല്ലിനും സമാസമം അവകാശം. ഈ കുഞ്ഞുരുളിയിൽ മഞ്ചാടിക്കും നെല്ലിനും മേലെയായി സ്വർണവും നാണയത്തുട്ടുകളും വെച്ചു കൊടുക്കുന്നുണ്ടേ. ഈ കണിയൊരുക്കത്തിന് ചന്തം കൂട്ടുവാൻ കുറച്ച് മഞ്ചാടിയും ചിതറി വാരിയിടുന്നുണ്ടേ. ചുറ്റും മൺചിരാതും വെച്ചു കൊടുത്തു. അവസാനം നിലവിളക്കിൽ 5 തിരിയിട്ട് കത്തിച്ചു. ചുറ്റും ചിരാതും പ്രകാശിച്ചു തുടങ്ങി. ഈ കാഴ്ച കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇനിയാണ് കണി കാണലിൻ്റെ നേരം. പുതുവർഷത്തിലെ ഏറ്റവും നല്ല കണി കാണലിൻ്റെ ദിവസം. എന്നാൽ പിന്നെ നമുക്കൊരുമിച്ച് ഈ വർഷത്തെ കണിയങ്ങ് കണ്ടാലോ. എല്ലാ കൂട്ടുകാർക്കും 1000 ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ലോകത്തുള്ള എല്ലാവർക്കും നന്മകൾ മാത്രം നടക്കട്ടെ. എല്ലാം നന്നായി ഭവിക്കട്ടെ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്